യെസ്, അതേസമയം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കൊല്ലത്താണ് ഉള്ളത്. ചവറ നിയോജക മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയിലാണ് അദ്ദേഹം ആദ്യം പങ്കെടുക്കുക. വൈകിട്ട് 4 മണിക്ക് കൊല്ലം മണ്ഡലത്തിലും തുടർന്ന് കൊട്ടാരക്കര, ചടയമംഗലം മണ്ഡലങ്ങളിലും അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തുന്നുണ്ട്. പതിവ് പോലെ മുഖ്യമന്ത്രി ഇന്നും വാർത്താ സമ്മേളനത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. വിവിധ വിഷയങ്ങളിലടക്കം മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ മറുപടി നൽകുന്നത്. വികസന വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോൾ തുടരുന്നത്. ഇപ്പോഴും ഇന്നത്തെ പ്രചാരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. ഫോക്കസ് ചെയ്യുന്നില്ലെന്ന പരാതി LDF നേരത്തെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ പലതരത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടു. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുകയില്ല പ്രതിപക്ഷം. ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകുക. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായി? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ച ചെയ്തു. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചെന്ന് പറഞ്ഞു. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായി ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ലേ? ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരും. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവില്ല. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നതുകൊണ്ടില്ല, നല്ലതുപോലെ ഗവൺമെൻറ്റിനെതിരെ പറയാൻ എന്താ ചെയ്ത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന ചെയ്യാറുണ്ടായത് എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നേരെ ചൊല്ലിയ മറുപടി കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയാണുണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചതല്ല. ഇപ്പോൾ കേരളത്തിൽ എല്ലാ ദിവസവും കേരളത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിൻ്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും മറുപടി അദ്ദേഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിൻ്റെ വികസനത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഈ 10 വർഷം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. യെസ്, വികസന വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ട വികസന പദ്ധതികൾക്ക് തടയിടുന്നു എന്നത് തന്നെയാണ്. ഈ വികസന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇന്നും അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചു വെക്കുന്നത്. അതേസമയം UDF-ഉം BJP-യും ഒക്കെ മറ്റു പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. അത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിനോടൊക്കെ പ്രത്യേകിച്ച് SDP-യുമായുള്ള സഹകരണം, SDP-യുടെ വോട്ട് സ്വീകരിക്കുമോ എന്നതിൽ നിന്നൊക്കെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് നേതാക്കൾ. അതിന്റെ ആവർത്തനം ഒരുപക്ഷെ ഇന്നും ഉണ്ടായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.